ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ബഹുമുഖ വ്യോമ പ്രതിരോധ സംരംഭമാണ് പ്രൊജക്ട് സുദർശൻ ചക്ര. ഇതിൽ ചേരാൻ ഇപ്പോൾ മറ്റൊരു രാജ്യം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയോട് യോജിച്ച് മുന്നോട്ട് പോകാനാണ് ഈ രാജ്യം ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഡേവിഡ് സ്ലിംഗ് ആരോ പോലുള്ള സംവിധാനങ്ങളുള്ള വ്യോമ പ്രതിരോധത്തിൽ ആഗോള തലത്തിൽ തന്നെ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്ന ഇസ്രായേൽ വായുവിൽ നിന്നോ കരയിൽ നിന്നോ വിക്ഷേപിക്കാവുന്ന കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളെ നിർവീര്യമാക്കാൻ പര്യാപ്തമായ നൂതന ആന്റി ഡ്രോൺ ഇന്റർസെപ്റ്ററുകൾ സഹകരിച്ച് വികസിപ്പിക്കാൻ ഇപ്പോൾ ഇസ്രായേൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തിയിരിക്കുകയാണ്. അതായത് ഹൈപ്പർസോണിക് ആയുധങ്ങൾ പോലുള്ള ഉയർന്നു വരുന്ന ഭീഷണികൾക്കായി അതിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും സംയുക്ത ഗവേഷണ വികസനത്തിന്റെയും ഒരു സ്യൂട്ടുമാണ് ഈ താല്പര്യം കാരണം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ പാളികളായുള്ള ഒരു വ്യോമ പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന സമയമാണിത്. ഈ സമയത്താണ് ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി എത്തിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ ഗവേഷണ വികസന സംഘടന നേതൃത്വം നൽകുന്ന പദ്ധതി സുദർശൻ ചക്ര ഒരു സംവിധാനത്തെയല്ല, മറിച്ച് ഒരു സംവിധാനങ്ങളുടെ സംവിധാനം, വ്യത്യസ്ത സാങ്കേതിക വിദ്യകളെ സുഗമവും അഡാപ്റ്റീവ് ഷീൽഡുമായി സംയോജിപ്പിക്കുന്ന ഒരു തേനീച്ച കൂടുപോലുള്ള ശൃംഖല, ഇതാണ് ഈ പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. 2 ഘട്ടങ്ങളായി പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഇത് സൈനിക താവളങ്ങളിൽ നിന്ന് തിരക്കേറിയ ഇന്ത്യയിലെ മഹാനഗരങ്ങളിലേക്കുമാണ് സംരക്ഷണം നൽകുന്നത്. ആകാശ MRSAM മിസൈലുകൾ പോലുള്ള തദ്ദേശീയ ആസ്തികളെ അടുത്ത തലമുറ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ഇന്റർസെപ്റ്ററുകളുമായി സംയോജിക്കുമെന്നാണ് ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പ്രശംസ പിടിച്ചുപറ്റിയ ഒരു പദ്ധതിയാണ്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നാൽ ഭൂഖണ്ഡാന്തര ഭീഷണികൾക്കായി വിപുലീകരിച്ച സമഗ്രമായ ഒരു വ്യോമ പ്രതിരോധ വാസ്തുവിദ്യ സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമമാണ് പ്രൊജക്ട് സുദർശൻ ചക്ര. ഇത് ഏകദേശം 2027ഓടാണ് പരീക്ഷണങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. 1ാം ഘട്ടം ഹ്രസ്വ മുതൽ ഇടത്തരം ദൂര ഇന്റർസെപ്റ്ററുകൾ, താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, കൃത്യതയോടെ നയിക്കപ്പെടുന്ന പീരങ്കി ഷെല്ലുകൾ എന്നിവയെ നേരിടുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2030കളുടെ തുടക്കത്തിൽ ലക്ഷ്യമിടുന്ന 2ാം ഘട്ടം ഉയർന്ന തരത്തിലുള്ള ഭീഷണികളിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, കൂട്ട ആക്രമണങ്ങൾ, ഇൻബൗണ്ട് ഭീഷണികളിൽ നിന്ന് മുൻകൂർ ആക്രമണങ്ങൾ നടത്താൻ അനുവദിക്കുന്ന ആക്രമണ ശേഷികൾ എന്നിവയാണ് 2ാം ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയെ ശരിക്കും ഒരു തേനീച്ചക്കൂടിന്റെ രൂപകൽപ്പന, ഒരു തേനീച്ചക്കൂട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ ഷഡ്ഭുജാകൃതിയിലുള്ള ഇന്റർലോക്കിംഗ് കവറേജിനുള്ള ഒരു അംഗീകാരമാണിത്. നിലവിലുള്ളതും വികസിപ്പിച്ചതുമായ 1 ഡസനിലധികം സംവിധാനങ്ങളെ ബന്ധിപ്പിക്കും. ഇതിലെ പ്രധാന സംയോജനങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേതെന്ന് പറയുന്നത് ആകാശ് MRSAM ആയിരിക്കും. ഇത് 70 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും എതിരെ പ്രതിരോധം ഉറപ്പാക്കാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഉപരിതല വ്യോമ മിസൈലുകളാണ്. 2ാമത്തെ സംയോജനം പ്രൊജക്ട് കുശ, 300 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള DRDOയുടെ ദീർഘദൂര ഉപരിതല വായു മിസൈലാണ് പ്രൊജക്ട് കുശ. 2028ഓടെ ഇത് ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നു. 3ാമത്തെ എന്ന് പറയുന്നത് BMD ഘട്ടങ്ങൾ 1ഉം 2ഉമാണ്. നവീകരിച്ച പൃഥ്വി, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകൾ എന്നിവ ഇത് എൻഡോ അറ്റ്മോസ്ഫറിക് പരീക്ഷണങ്ങൾ ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. മറ്റുള്ളതെന്ന് പറയുന്നത് ഹിറ്റ് ടു കിൽ കൈനറ്റിക്കുള്ള കസ്റ്റം ഇന്റർസെപ്റ്ററുകൾ, സ്റ്റെൽത്ത് ഡിറ്റക്ഷനുള്ള മൾട്ടി സ്റ്റാറ്റിക് റഡാറുകൾ, അതേപോലെ തന്നെ തത്സമയ ഭീഷണി മുൻഗണനയ്ക്കായി AI നിയന്ത്രിത സെൻസർ ഫ്യൂഷൻ മുതലായവയാണ്. ഇന്ത്യയിൽ ഡൽഹി മുതൽ മുംബൈ വരെയുള്ള 20 പ്രധാന നഗരങ്ങളെയും അതേപോലെ തന്നെ LACയിലും LOCയിലുമുള്ള നിർണായകമായ ഇൻസ്റ്റാളേഷനുകളെയും ഈ ഗ്രിഡിൽ ഉൾപ്പെടുത്തും. ഇത് ഭൂതല, വായു, ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളുടെ വിതരണ ആർക്കിടെക്ചറായി ഉപയോഗിക്കും. ഈ രീതിയിൽ ഇത് പ്രവർത്തിക്കും. ഇത് ഭീഷണികൾ തടയുക മാത്രമല്ല, യുദ്ധമേഖലയിൽ ആധിപത്യം സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ആക്രമണ തലത്തിന് ഊന്നൽ നൽകി നേരിട്ടുള്ള ഊർജ്ജ ആയുധങ്ങളും ശത്രു ലോഞ്ചറുകളെ കണ്ടെത്തലിന് ശേഷം വേട്ടയാടാൻ കഴിയുന്ന അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണങ്ങളും ഇതിലുണ്ടാവും. ഡേവിഡ് സ്ലിംഗ് ആരോ പോലുള്ള സംവിധാനങ്ങളുള്ള വ്യോമ പ്രതിരോധത്തിൽ ആഗോള തലത്തിൽ കുതിച്ചുചാട്ടം നടത്തുന്ന ഇസ്രായേൽ സുദർശൻ ചക്രത്തെ ഒരു സഹജീവി അവസരമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ദ്രുത പ്രോട്ടോടൈപ്പിങ്ങിനായി അയൺ ഡോമിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സാങ്കേതിക വിദ്യയുടെ ഉടനടി കൈമാറ്റവും ഇന്ത്യയിലേക്ക് ഉണ്ടാവും. കൂടാതെ സ്മാർട്ട് ഇന്റർസെപ്റ്ററുകളുടെ സഹവികസനം, ആന്റി ഡ്രോൺ വലകൾ അല്ലെങ്കിൽ കൗണ്ടർ പ്രിസിഷൻ യുദ്ധോപകരണങ്ങൾ എന്നിവയ്ക്കായി ഇരട്ടിയാക്കാൻ കഴിയുന്ന കോമ്പാക്ട് ലേസർ ഗൈഡഡ് പ്രൊജക്ടൈലുകൾ, അതെ, ഇതെല്ലാം കൂടി ഇസ്രായേൽ ഒരു സമഗ്ര പാക്കേജ് ആണ് ഇപ്പോൾ ഇന്ത്യക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ഇതാദ്യമല്ല. ബരാക് 8 മിസൈൽ, ഹെറോൺ TP ഡ്രോണുകൾ തുടങ്ങിയ സഹകരണങ്ങൾ, സംയുക്ത സംരംഭങ്ങളിൽ കോടിക്കണക്കിന് വരുമാനമാണ് ഇന്ത്യക്ക് നേടിത്തന്നത്. എന്നാൽ ഇവിടെ സുദർശൻ ചക്ര ഓഹരികൾ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ BMD പരിണാമത്തിൽ ഇസ്രായേലിന് ഒരു പൂർണ്ണ സ്പെക്ട്രം പങ്കാളിയായി സ്ഥാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം, ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു ഉന്നതതല ഇസ്രായേലി പ്രതിനിധി സംഘം അടുത്ത മാസം DRDOയുടെ ഹൈദരാബാദ് ലാബുകൾ സന്ദർശിച്ച് സാങ്കേതിക പഠനങ്ങൾ നടത്താൻ എത്തുകയാണ്. ഇന്ത്യക്ക് ഇതൊരു വലിയ അവസരമാണ് തുറന്നു കിട്ടുന്നത്. കാരണം അടുത്ത തലമുറ പ്രതിരോധ നടപടികൾ ഇസ്രായേൽ സംയുക്ത ഗവേഷണ വികസനം ആരംഭിച്ചു കഴിഞ്ഞു. ജാമിങ്ങിൽ നിന്ന് പ്രതിരോധ ശേഷിയുള്ള ക്വാണ്ടം സുരക്ഷിത റഡാറുകൾ, മാനുവറബിൾ റീ എൻട്രിയുള്ള ഹൈപ്പർസോണിക് കിൽ വാഹനങ്ങൾ, പ്രവചന ഭീഷണി മോഡലിംഗിനുള്ള AI അൽഗോരിതങ്ങൾ എന്നിവയുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായുള്ള ഒരു പ്രതിരോധ പങ്കാളിത്തം ഒരു വലിയ വൻ അവസരമാണ് ഇന്ത്യക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.